അച്ഛന് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അവര് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വാക്കുപോലും സംസാരിച്ചില്ലല്ലേ? ഇല്ല, ഉടനെ ആവുന്ന ഡോക്ടർ പറഞ്ഞത്. ദേവിക പാവം, അവൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അവിടെ ഹോസ്പിറ്റൽ ഡോക്ടറിനും മറ്റുള്ളവർക്കും അവൾ എന്ത് ഇഷ്ടമാണെന്നറിയോ? അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവൾ ആർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഒരാൾ ലക്ഷത്തിലൊന്നേ കാണൂ. ഇതൊക്കെ അമ്മയോട് പറഞ്ഞോ? പറഞ്ഞു. അവിടുന്ന് ഒന്നും കിട്ടിയില്ലേ? വഴക്ക് പറഞ്ഞു. ഒട്ടും ഇഷ്ടായില്ല. നീ കേട്ടോ? കേക്കണ്ട, എനിക്കറിയാം. അമ്മയ്ക്ക് എന്താ അവളോട് ഇത്രയും വൈരാഗ്യം? നേരിട്ട് ചോദിക്കായിരുന്നില്ലേ? അയ്യോ, ഒരു കണക്കിനാ തടി തപ്പിയത്. അച്ഛന്റെ വിവരം അറിഞ്ഞപ്പോ തന്നെ നീയും അമ്മയും കൂടി അങ്ങോട്ട് വരുമെന്നാ ഞാൻ കരുതിയത്. അമ്മയ്ക്ക് അതിലും വലുത് ഞങ്ങളുടെ കല്യാണമാണ്. അതൊന്നും നടന്നു കിട്ടാതെ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. എത്രയും വേഗം അത് നടത്തുന്നതല്ലേ നല്ലത്. ആ വീഡിയോ വല്ലാതെ ഫ്ലാഷ് ആയിട്ടുണ്ട്. അതിന്റെ ചമ്മലുകൊണ്ടാണോ നീ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നേ? അതോർക്കുമ്പോ ചമ്മലല്ലേ എനിക്ക്, തീർത്ത തീരാത്ത ദേഷ്യം തോന്നുന്നേ. എടാ, ആൾക്കൂട്ടം എവിടെയോ അങ്ങനെയാ. ഒരാണും പെണ്ണും കൂടെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന കണ്ട അപ്പൊ അവരുടെ സദാചാരം ഉണരും. പിന്നെ അത് വലിയ അക്രമമായി മാറും. അവരോട് ദേഷ്യം തോന്നിട്ട് എന്ത് കാര്യം? ചേച്ചി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അവിടെ കൂടി നാടകം കളിച്ചവരോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. അവര് കൂലിപ്പണിക്കാരല്ലേ? കൂലിപ്പണിക്കാരോ? ചേച്ചി, അതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഇങ്ങനൊരു താലികെട്ട് നടത്തിയിട്ട് ആർക്കെന്ത് നേട്ടം? ഇത് നടത്തിയേ പറ്റുന്ന ശബ്ദം ചെയ്ത ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കിതോടെ കാര്യങ്ങൾ എളുപ്പമായി. നീ ഇതാരുടെ കാര്യം പറയുന്നേ? ഓ, ഇനി ഞാനത് വിളിച്ചു കൂടണോ? അമ്മയാണെന്നാണോ നീ പറയുന്നത്? വേറെ ആരെ ഇതെന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നേ? അമ്മ എന്തിനാ അങ്ങനെ ഒരു വളഞ്ഞ വഴി തേടണം? മീരയായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തില്ല അമ്മ അടങ്ങും. ഏയ്, അതിനിങ്ങനെ ഒരു ചീപ്പ് റൂട്ട് അമ്മ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കൂടെ ചിന്തിച്ച് നിനക്ക് നല്ല സ്ട്രെസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാ. ഇതെന്റെ തോന്നലല്ല, ഇതാണ് സത്യം. അത് ഞാൻ തെളിയിക്കും. ഇനി അതിനൊന്നും നീ നിക്കണ്ട. മീര നല്ല കുട്ടിയല്ലേ? ഇനി നീ അവളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ ഭാവി എന്താവും? ഇനി ഈ കല്യാണം നടന്നേ പറ്റൂ. ഇല്ല, എനിക്ക് മീര കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്ത് ദുഷ്ടത്തിലൂടെ നീ പറയുന്നത്? അവളുടെ ഭാവി ഇങ്ങനെ ഇരുട്ടിലായതുപോലെ നിൽക്കുമ്പോ നിനക്ക് എങ്ങനെ അവളെ കൈവിട്ട് കളയാൻ പറ്റുന്നേ? അവക്ക് ദോഷം വരുന്ന വിധത്തില് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നടക്കില്ലെന്ന് പറയാൻ എനിക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല. പിന്നെ അവൾ എന്ത് ചെയ്യും? ഇനി ആരാ അവൾക്കൊരു ജീവിതം കൊടുക്കുന്നേ? അതൊന്നും എന്റെ വിഷയമല്ല. അവളെ ആര് കല്യാണം കഴിച്ചാലും വിരോധമില്ല. എനിക്ക് പറ്റില്ല, അത്ര തന്നെ. ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാതെ പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? എന്താ അതിന്റെ കാരണം? അവളെ താലികെട്ടാൻ എന്താ നിന്റെ തടസ്സം? പറ, ഞാനും കൂടെ കേക്കട്ടെ. ഇനി ഒരാളെ കൂടി താലി കെട്ടാൻ എനിക്ക് മനസ്സിലാത്തോണ്ട്. എന്താ എന്താടാ നീ പറഞ്ഞ? എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. ഞാൻ കെട്ടി താലി അണിഞ്ഞോണ്ട് ഒരു പെൺകുട്ടി ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്.